ഞെട്ടരുത് കേട്ടോ. ഒന്ന് ഞെട്ടിയേക്ക്. നമ്മുടെ ഇന്ത്യയും എണ്ണ ഖനനം ചെയ്യും. അതെ, ചെയ്യും. റഷ്യയിൽ നിന്നാണ് ഇപ്പോൾ ഇന്ത്യ എണ്ണ വാങ്ങുന്നത്. അത് റഷ്യക്ക് പണം കൊടുത്ത് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. ഇതിന് ട്രംപിന് നല്ല കണ്ണുകടിയാണ്. അതുകൊണ്ട് ട്രംപ് പറയുന്നു, ഇനി വരും കാലങ്ങളിൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങും, അതിലേക്കാണ് ഞങ്ങൾ പാകിസ്ഥാനെ വളർത്തിക്കൊണ്ട് വരുന്നതെന്ന്. അപ്പോഴാണ് ഇന്ത്യ പറയുന്നത് ഇനി ഒരുത്തന്റെ ഓശാരം വേണ്ടടാ, ഞങ്ങൾക്ക് സ്വന്തമായി എണ്ണ ഉണ്ട്, ഞങ്ങൾ അതിന്ന് എടുത്തോളാന്ന്. എന്താ, എവിടെയാ സംഭവം? കുറച്ചുകൂടി കാത്തിരിക്കണം. കാത്തിരുന്നാൽ ഒരു സൂപ്പർ ബമ്പർ ലോട്ടറി ഇന്ത്യക്ക് അടിക്കും. സംഭവം ആൻഡമാനിലാണ്. ആൻഡമാനിൽ തീരപ്രദേശത്ത് നമ്മളൊരു വലിയ എണ്ണക്കിണർ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ആ എണ്ണക്കിണർ പ്രാവർത്തികമാകുകയാണെങ്കിൽ ഇപ്പോൾ ഇന്ത്യയുടെ ആഭ്യന്തര ഉൽപ്പാദനം, അതായത് മൊത്തം നമ്മൾ ഈ രാജ്യത്തുണ്ടാക്കുന്ന മൊത്തം വിഭവങ്ങളുടെ ഉൽപ്പാദനം എന്ന് പറയുന്നത് ഏകദേശം 3.5 മില്യൺ US$. അത് ഈ സംഭവം പ്രാവർത്തികമായാൽ ഞൊടിയിടയിൽ അത് 20 മില്യൺ US$, 20 ട്രില്യൺ, മില്യൺ അല്ല ട്രില്യൺ എക്കണോമിയിലോട്ട്. അതായത് നമ്മുടെ ഈ എണ്ണ ഉൽപ്പാദക ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതായത് സൗദി അറേബ്യ അല്ലെങ്കിൽ മറ്റേ ഇറാൻ, അവരൊക്കെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് അത് വിറ്റ് പണം ഉണ്ടാക്കുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കിടപിടിക്കുന്ന തരത്തിൽ അവരുടെ ആ ഒരു സാമ്പത്തിക അവസ്ഥയിൽ, അല്ലെങ്കിൽ വേണമെങ്കിൽ അമേരിക്കയോട് പോലും ഉപമിക്കാവുന്ന തരത്തിൽ ഇന്ത്യ മാറും. അത്രയ്ക്ക് വലിയ ഒരു എണ്ണ ശേഖരമാണ് ഉള്ളത്. ഞാനൊരു കഥ പറഞ്ഞുതരാം. അതായത് ഗയാന എന്ന് പറയുന്ന ഒരു രാഷ്ട്രമുണ്ട്. അതായത് അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരപ്രദേശത്ത് കിടക്കുന്ന ഒരു സാധാരണ ദരിദ്രമായ ഒരു രാഷ്ട്രം. അപ്പോൾ അവരുടെ, അതായത് ഈ എണ്ണപ്പാടങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്, അതായത് ഈ ഹൈഡ്രോ കാർബൺ നിക്ഷേപം എന്നാണ് പറയുക, അത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക ഈ സമുദ്രത്തിൻ്റെ അടിത്തട്ടുകളിലാണ്. അല്ലെങ്കിൽ അത് അവിടെ നമ്മൾ ഖനനം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവിടെ പര്യവേഷണം നടത്തുമ്പോഴാണ് ഇത് കിട്ടുക. അപ്പോൾ ഗയാനയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു, അങ്ങനെ അവർക്ക് എണ്ണ നിക്ഷേപം ഉണ്ടോ എന്ന്. പക്ഷേ ഇത് അങ്ങ് ചെറിയ പരിപാടിയൊന്നുമല്ല. ഈ എണ്ണ പര്യവേഷണം എന്ന് പറഞ്ഞാൽ നല്ല സാമ്പത്തിക ചിലവുള്ളതാണ്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് വിദേശ സഹായമൊക്കെ തേടി, അങ്ങനെ വിദേശ പങ്കാളിത്തത്തോടെ അവർ പര്യവേഷണം നടത്തി. സംഭവം സക്സസ് ആയി. അങ്ങനെ അവർ ഏതാണ്ട് 11 ബില്യൺ ബാരൽ, ബില്യൺ എന്ന് പറയുമ്പോൾ മറ്റേ 100 ലക്ഷം അങ്ങനെ കടന്നു പോകും കേട്ടോ, നമുക്ക് പൂജ്യം എണ്ണിയാൽ തീരത്തില്ല. അപ്പോൾ അങ്ങനെ 11 ബില്യൺ ബാരൽ ശേഷിയുള്ള ഒരു എണ്ണക്കിണർ ഗയാനയ്ക്ക് സ്വന്തമായി. അപ്പോൾ അവരുടെ ആഭ്യന്തര ഉൽപ്പാദനം എന്ന് പറയുന്നത് 300% മുതൽ 1000% വരെയിലേക്ക് വർദ്ധിക്കും എന്നുള്ളതാണ്. അതായത് ഗയാന ഇപ്പോൾ പഴയ ഗയാനയല്ല, മറ്റേ അൽ കമലാസനൻ ആ ഒരു ശൈലിയിലാണ്. ഗയാന അങ്ങ് മാറി. അതേപോലെ ഇന്ത്യക്കും മാറാൻ സാധ്യതയുണ്ട്. ഈ ഇന്തോനേഷ്യയിലെ ഈ പറയുന്ന എണ്ണ കിണർ അത് സെറ്റപ്പ് ആയാൽ അതിനുള്ള ശുഭസൂചനകളാണ് കിട്ടിയേക്കുന്നതെന്നാണ് ഈ നമ്മുടെ ഊർജ്ജ വകുപ്പ് മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഏതാണ്ട്, അതായത് ഇപ്പോൾ അവിടെ 4 എണ്ണക്കിണറുകളാണ് ഇന്ത്യ സജ്ജമാക്കുന്നത്. നമ്മുടെ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ ONGCയും അതേപോലെ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇവർ രണ്ടുപേരും കൂടിയാണ്. ഇവർക്ക് വേണ്ടിയിട്ട് 2500 കോടി രൂപയാണ് സർക്കാർ അനുവദിച്ചു കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിന് അവർ ആദ്യഘട്ടത്തിൽ 4 എണ്ണക്കിണറുകളാണ് കുഴിക്കുന്നത്. അതിൽ ഒരു എണ്ണക്കിണർ ഏതാണ്ട് 3800 മീറ്ററോളം കുഴിച്ച് കഴിഞ്ഞു. 3 എണ്ണം കൂടി കുഴിക്കുക, അത് 4000 മീറ്റർ വീതമാണ് കുഴിക്കുന്നത്. അപ്പോൾ ആദ്യഘട്ട ഫലസൂചനകൾ നമ്മുടെ പ്രതീക്ഷ കുറേ കൂടി സജീവമാക്കുന്നതാണ്. നമ്മുടെ കൊച്ചിയിൽ ഇതേപോലെ ഒരു എണ്ണ പരിവേഷണം നടന്നതായിട്ട് ഓർക്കുന്നു. കൊച്ചിയിലും കൊല്ലത്തും ഒക്കെ ഈ നമ്മുടെ തീരമേഖലയിലൊക്കെ, അതായത് നമ്മൾ കുഴിച്ചു നോക്കി എണ്ണയ്ക്ക് സാധ്യതയാണ്, പക്ഷേ നിരാശയായിരുന്നു ഫലം. കാരണം ഈ എണ്ണ നിക്ഷേപങ്ങൾ ഏറെയും ഉള്ളത്, ഈ ഹൈഡ്രോ കാർബൺ നിക്ഷേപം ഏറെ ഉള്ളത് ഈ സമുദ്ര അടിത്തട്ടിലാണ്, ആ ഭാഗത്താണ്. അപ്പോൾ ഈ ആൻഡമാനിൽ നമ്മൾ പരിശോധിച്ചപ്പോൾ അത് ഓക്കെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കണക്കാക്കുന്നത് അവിടെ ഏതാണ്ട് 1,84,440 കോടി ലിറ്ററാണ് കേട്ടോ. കോടി ലിറ്റർ ക്രൂഡ് ഓയിൽ അവിടുന്ന് കിട്ടും എന്നാണ് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ കിട്ടുമെന്നാണോ? അതായത് ഈ ആൻഡമാനിൽ അവിടെ മാത്രം. ഇന്ത്യയിൽ കാര്യമായ എണ്ണ ഉൽപ്പാദനമൊന്നും ഇല്ല. ഇന്ത്യയിൽ 80% നമ്മൾ ഇറക്കുമതി ചെയ്യുകയാണ്. അപ്പം നമ്മൾ ഇതിനു വേണ്ടി മുഖ്യമായും ആശ്രയിക്കുന്നത് റഷ്യ, സൗദി അറേബ്യ, ഇറാഖ്, പിന്നെ നമ്മുടെ UAE, ഈ രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇറാനിൽ നിന്നോ മറ്റൊന്നും കൊണ്ടുവരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കണക്കാക്കുന്നത് ഈ ആൻഡമാനിൽ നിന്ന് ഏതാണ്ട് 11.6 ട്രില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്.
അപ്പോൾ നമുക്ക് ഇത്രയും ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ അത് രാജ്യത്തെ ഊർജ്ജ ആവശ്യം പരിഹരിക്കപ്പെടും, പൂർണ്ണമായും പരിഹരിക്കപ്പെടും. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മറ്റാർക്കെങ്കിലും വിൽക്കുകയും ചെയ്യാം. അതായത് നമ്മൾ നിലവിൽ 80% വാങ്ങുന്ന ഒരു രാഷ്ട്രത്തിന് വേണമെങ്കിൽ കുറച്ച് വിൽക്കാം എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ ആവശ്യത്തിലും കൂടുതൽ സാധനം നമ്മുടെ സ്വന്തമായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിലവിൽ നമ്മളിപ്പോൾ ആൻഡമാനിൽ നമ്മളൊരു സർവേ നടത്തിയപ്പോൾ കിട്ടിയേക്കുന്നത് ഏതാണ്ട് 2.49 ലക്ഷം സ്ക്വയർ കിലോമീറ്റർ പ്രദേശത്ത് ആണ് നമ്മൾ ഈ മൊത്തം സർവേ നടത്തിയത്. അതിൽ 2.17 ലക്ഷം കിലോമീറ്റർ പ്രദേശത്താണ് നമ്മുടെ ഈ എണ്ണ നിക്ഷേപ മേഖല ഉണ്ടെന്ന് കണക്കാക്കി. അതിൽ ഒന്നുകൂടി ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ ഏതാണ്ട് 21,060 സ്ക്വയർ കിലോമീറ്റർ പ്രദേശം. അത്ര എന്നൊക്കെ പറഞ്ഞാൽ ഏതാണ്ട് വലിയൊരു വിസ്താരം, അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ, നല്ല വലിപ്പമുണ്ട്. അത്രയും പ്രദേശത്ത് നമ്മൾ ഈ എണ്ണ നിക്ഷേപം ഉണ്ടെന്നാണ് തൽക്കാലം ഇപ്പോൾ കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും, അതായത് നമ്മളെ വലിയൊരു സമ്പന്ന രാഷ്ട്രമാക്കി മാറ്റാൻ ഉള്ള സാധ്യതയുണ്ടെന്ന് പറയാം. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ മൊത്തം ഊർജ്ജ ആവശ്യങ്ങൾ നമ്മൾ ഏറിയ പങ്കും ഇറക്കുമതി ചെയ്യുക. നമ്മൾ 80% ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നു, 50% നാച്ചുറൽ ഗ്യാസ് പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്നു. നിലവിൽ നമ്മുടെ സ്വന്തം ഉൽപ്പാദനം നമ്മളും കുറച്ച് ഉണ്ടാക്കുന്നുണ്ട്. ഏതാണ്ട് 28.7 മില്യൺ മെട്രിക് ടൺ ആണ് നമ്മൾ കഴിഞ്ഞ വർഷം ഉൽപ്പാദിപ്പിച്ചത്. പക്ഷേ അതിന് തൊട്ട് മുമ്പത്തെ വർഷം അതിന് കുറച്ചുകൂടി കൂടുതലായിരുന്നു, 29.4 മെട്രിക് ടൺ നമ്മൾ ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉൽപ്പാദനം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, നമ്മുടെ എണ്ണ ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് 30% വരെ ഇനിയും വർധനമുണ്ട്. ഇപ്പോൾ ഉപയോഗിക്കുന്നതിൻ്റെ കുറച്ച് കാലം, അതായത് ഒരു 10 വർഷം കൂടി കഴിയുമ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഒരു 30% കൂടി വർധന ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് നമ്മുടെ വാഹനങ്ങളുടെ എണ്ണം പെരുകുന്നു, നമ്മുടെ ഫാക്ടറികളുടെ എണ്ണം കൂടുന്നു, ആവശ്യങ്ങൾ വർദ്ധിക്കുന്നു. അത് തന്നെ കാരണം. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഈ സ്വന്തം നിലയിൽ നമ്മുടെ എണ്ണ നിക്ഷേപം കണ്ടെത്തി എന്നുള്ളത് വളരെ നിർണായക സംഗതിയാണ്. ഇനി എന്തുകൊണ്ട് ഇപ്പോൾ നമ്മൾ ഈ എണ്ണ നിക്ഷേപം കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ കുറേ കാലമായിട്ട് തുടങ്ങിയതാണ്. പക്ഷേ അത് കാര്യങ്ങൾ മുമ്പോട്ട് പോയില്ല. കാരണം ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പണച്ചെലവുള്ള കാര്യമാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ആ കാലത്ത് ഒരു ദരിദ്ര രാഷ്ട്രമായിരുന്നു. ഇപ്പം നമ്മുടെ സ്ഥിതി മാറി, നമ്മൾ ആ ചട്ടം ഭേദഗതി ചെയ്തു. ഇതോടുകൂടി ഈ എണ്ണ പരിവേഷണത്തിന് വേണ്ടിയിട്ട് വിദേശ കമ്പനികളുടെ പങ്കാളിത്തം വന്നു. അതുമാത്രമല്ല, അവർക്ക് നമ്മൾ കുറേ കൂടി ആനുകൂല്യങ്ങൾ കൊടുത്തു, നികുതി ഇളവുകൾ കൊടുത്തു, ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്ത് കുറേ കൂടി ഉദാരമാക്കി നടപടിക്രമങ്ങൾ. അതോടുകൂടി വിദേശ പങ്കാളിത്തത്തിലുള്ള അല്ലെങ്കിൽ വിദേശ കമ്പനികൾ ഈ എണ്ണ പരിവേഷണത്തിന് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് വന്നു. അതിപ്പോൾ ഗുണം ചെയ്തു. പല കമ്പനികൾ, ഇപ്പോൾ ONGC, അതേപോലെ ഓയിൽ ഇന്ത്യ കോർപ്പറേഷൻ മാത്രമല്ല, പല വിദേശ കമ്പനികളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ആൻഡമാനിലെ നിക്ഷേപം, എണ്ണ നിക്ഷേപം, അത് ഇത് ഒരു അനുമാനമാണ്. അത് വാസ്തവം അങ്ങനെ തന്നെ ഉണ്ടാകുമെന്നാണ് ഇതുവരെയുള്ള നമ്മുടെ ഒരു സ്ഥിരീകരണം. കുറച്ചുകൂടി കാത്തിരിക്കേണ്ടി വരും. അതായത് ഒരു കൂടിപ്പോയാൽ 1-2 വർഷം കൂടി. കാരണം നമ്മുടെ ആദ്യത്തെ എണ്ണക്കിണർ ഏതാണ്ട് 3800 മീറ്റർ കുഴിച്ചു കഴിഞ്ഞു. അപ്പോൾ അവിടെ നിന്നുള്ള ഉൽപ്പാദനം ആരംഭിക്കാനും മറ്റ് കാര്യങ്ങൾ, അതിൻ്റെ അനുബന്ധ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചുകൂടി സമയമെടുക്കും. ഏതായാലും വലിയ താമസം ഉണ്ടാകില്ല. പക്ഷേ ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് മറ്റ് രാജ്യങ്ങളെ നിലവിൽ ആശ്രയിക്കാൻ നിർവാഹമുള്ളൂ. പക്ഷെ കുറച്ചുകൂടി കാത്തിരുന്നാൽ അതിന് മാറ്റം ഉണ്ടാവും.